വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഫിറ്റ് എന്ന് സാക്ഷ്യപ്പെടുത്തി. അതായത് ഇതിന് യോഗ്യതയുണ്ട്, കെട്ടിടത്തിന് പ്രശ്നങ്ങളില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. സ്കൂളിന് ഉദ്യോഗസ്ഥർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. മെയ് 29-നാണ് ഫിറ്റ്നസ് നൽകിയത്. യാതൊരു പ്രശ്നവും സ്കൂളിന് ഇല്ല എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് റിപ്പോർട്ട് നൽകിയത്. ദിലീപ് ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. ദിലീപ്, കെട്ടിടത്തിന്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്, പല ഭാഗങ്ങളുടെയും അവസ്ഥ കണ്ടതാണ്. എന്നിട്ടും മെയ് 29-ന് ഈ സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ പരിശോധനകളൊന്നും കൃത്യമായി നടത്താതെയാണോ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന ചോദ്യവുമാണല്ലോ ഉയരുന്നത്. വിനീത, മെയ് 29-ാം തീയതിയാണ് ഈ ഫസീല BVA ആണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്തിൻ്റെ വിഭാഗത്തിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അതായത് എൻ്റെ പുറകിൽ കാണുന്ന ഈ കെട്ടിടം സുരക്ഷിതമാണ്, യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളുമില്ല എന്ന് കാണിക്കുന്ന റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് വിനീത, ഡോറ്, അതോടൊപ്പം വിൻഡോസ്, ഡോർ വർക്ക് വിത്തൗട്ട് റൂഫ്, ഫ്ലോറിങ്, മിസൈലിയൻസ്, ഇതെല്ലാം തന്നെ കൃത്യമാണോ എന്നുള്ള ചോദ്യം ഉണ്ട്. അതെല്ലാം നല്ലതാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കുഴപ്പവുമില്ല എന്ന് കാണിക്കുന്ന, ഈ കെട്ടിടത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് കാണിക്കുന്ന ദിലീപ് അവിടെ നേരിട്ട് പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതാണ്. പക്ഷേ കടലാസിലെല്ലാം ഓക്കെ ആണ് എന്നാണ് എഞ്ചിനീയറുടെ റിപ്പോർട്ട്. ചേർന്ന അനുബന്ധമായിട്ടുള്ള പണികൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് നേടിയിട്ടില്ല, അതോടൊപ്പം തന്നെ നൽകിയിട്ടുമില്ല. ഈ കാര്യങ്ങൾ അവരെ അറിയിച്ചതായിട്ടാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കടലാസിലെല്ലാം ഓക്കെയാണ്, ബാക്കി ഫിറ്റ്നസ് ബിൽഡിങ് ഫിറ്റാണെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റൂ. ഇതൊന്നും ഒരു ഭരണസമിതിക്കകത്തോ മറ്റു കാര്യങ്ങളോ വരുന്ന കാര്യങ്ങളല്ല. ഭരണസമിതി അല്ലെങ്കിൽ ഒരു പരാതി വന്നാൽ തീർച്ചയായിട്ടും അത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ഭരണസമിതി അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പരിശോധിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ ഏകദേശം 17 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ഫിറ്റ്നസ് വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി ഈ സമയത്ത് നമ്മൾ നേരത്തെ രാവിലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഈ വൈദ്യുതി ലൈനും ഈ ഷെഡിന് ഒരു അനുമതി നൽകിയില്ല എന്ന് പഞ്ചായത്ത് പറയുന്നു. പക്ഷേ ഈ സ്കൂളിന് മൊത്തം ഒരു പ്രശ്നവുമില്ല എന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതെ, എങ്ങനെയാണ് അങ്ങനെ വരിക? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയതിനെക്കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു സംവിധാനം ചെയ്തത് KSEB അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം, ഈ ലൈൻ ഓഫ് ചെയ്യാതെ ഒരു കാരണവശാലും ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റുകയില്ല. നമുക്കറിയാം, ഏകദേശം ഒരു 2-3 അടി താഴ്ച മാത്രമുള്ള അവിടെ ഒരാൾ നിന്ന് ഇത് പണിയാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ KSEB ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു ഭരണസ്വാധീനം ഇതിനകത്ത് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ. പോലും ഭരണസ്വാധീനത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഭരണസ്വാധീനത്തിലായിരിക്കും. അവർ പറഞ്ഞത് അനുസരിച്ചാണ് ഈ സ്കൂളെന്ന് പറയുന്നതും CPMൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു കമ്മിറ്റിക്ക് പോലും എന്നെ അറിയിച്ചിട്ടില്ല, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും വിനീത, 2025-26 കാലഘട്ടങ്ങളിൽ അധ്യയന വർഷത്തിൽ ഈ കെട്ടിടത്തിന് സുരക്ഷിതമായ നിലനിൽപ്പുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. കടലാസിൽ നേരത്തെ വിനീത പറഞ്ഞതുപോലെ തന്നെ കടലാസിൽ ഒരു ഒപ്പിട്ടുകൊണ്ട് വെച്ചിരിക്കുന്ന ഒരു കടലാസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ചുവപ്പ് നാടയിൽ തന്നെ കെട്ടിപ്പൂട്ടിക്കൊണ്ട് വെച്ചിരിക്കേണ്ട ഒരു കടലാസായിരുന്നു, ഒരു ഫയലായിരുന്നു. പക്ഷേ അതിന് പച്ചക്കൊടി വീശിക്കൊണ്ട് കൊടുത്തു. ഒരു ജീവൻ ഇപ്പോൾ ഇതുകൊണ്ട് ഇല്ലാതായിരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അല്ലെങ്കിൽ അതൊരു വീഴ്ച. ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷമാണെങ്കിൽ ഒരിക്കൽ പോലും ഇവിടെ ഈ അനുമതി നൽകാൻ പറ്റില്ലായിരുന്നു എന്ന് നമുക്കടക്കം ഈ നാട്ടുകാരെല്ലാവരും തന്നെ പറഞ്ഞത്. 40 വർഷമായിട്ട് ഏതായാലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് പരിശോധനകൾ ഏതുമില്ലാതെയാണ് നൽകിയത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർത്തിയത്. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും അത് തന്നെയാണ്. ആരാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് കൊടുത്തത്? ഫിറ്റ്നസ് കൊടുക്കാനേ പാടില്ലായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞത്. ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.